ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിൽ UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനത്തിനെതിരെ വടക്കാഞ്ചേരി ഇടവകയിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ വർഗീസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. അവർക്കെതിരെയാണ് നമ്മൾ ഇത് പ്രതിഷേധിക്കുന്നത്. നമ്മളൊരിക്കലും ക്രിസ്ത്യാനികൾ ആർക്കും എതിരായിട്ട് ഒരു ശബ്ദമുയർത്തില്ല എന്നൊരു മിഥ്യാധാരണ പലരുടെയും ഇടയിലുണ്ട്. അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധ സംഗമം ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ ഈ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. UNAയുടെ നേതൃത്വത്തിൽ തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അധിക്ഷേപിക്കുന്നതിനെതിരെയും ജൂബിലി അമല ആശുപത്രികൾ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയുമായിരുന്നു പ്രതിഷേധ ദിനം ആചരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 5:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ വടക്കാഞ്ചേരി ഫൊറോന സെക്രട്ടറി അഡ്വക്കേറ്റ് എഡിസൺ തോമസ് അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ രൂപത ട്രഷറി റോണി അഗസ്റ്റിൻ വിഷയാവതരണം നടത്തി. ഫൊറോന കേന്ദ്ര സമിതി പ്രസിഡന്റ് അജയൻ അങ്കമാലി, ഇടവക കൈക്കാരന്മാരായ ജിൻസൺ വടക്കൻ, ജോണി തൈക്കാട്ടിൽ, ജോയ് തൈക്കാട്ടിൽ, പോളി പുത്തൂക്കര, ഇടവക അംഗങ്ങൾ, ഇടവക സംഘടനകൾ, ഇടവകയിലെ കന്യാസ്ത്രീകൾ എന്നിവർ പ്രതിഷേധ ദിനത്തിൽ പങ്കെടുത്തു. ഇപ്പം ഇതുപോലെയുള്ള വിശദീകരണ യോഗങ്ങൾ 220 പള്ളികളിലും നടത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമാണ് പറയുന്നത്. എഡിസൺ വക്കീൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരു നഴ്സുമാർക്കോ ഒരു തൊഴിലാളികൾക്കോ എതിരല്ല. സഭ ഒരിക്കലും അത്തരമൊരു ആറ്റിറ്റ്യൂഡിൽ നമുക്കില്ല. പക്ഷേ തെറ്റിദ്ധാരണാജനകമായ നിരവധിയായ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. അത് തൃശ്ശൂർ അതിരൂപതയും വൈദികർക്കെതിരെയും സഭാ അധ്യക്ഷനെതിരെയും ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ വിശ്വാസഗണത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ആംഗിളിൽ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളിവിടെ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു വിഷയം, ജൂബിലിയിലും അമലയിലും എന്തുകൊണ്ട് ഇപ്പോൾ സമരം നടക്കുന്നു? മറ്റ് ഹോസ്പിറ്റലുകളിൽ സമരം സെറ്റിൽമെൻറ്റായി. എന്തുകൊണ്ടാണ് ജൂബിലിയിലും അമലയിലും മാത്രം സമരം നടക്കുന്നത്? 400ഓളം ഹോസ്പിറ്റലുകളിൽ 398 ഹോസ്പിറ്റലുകളിൽ സമരം സെറ്റിൽമെൻറ്റായി. അപ്പോൾ ജൂബിലിയിലും അമലയിലുമാണോ ഏറ്റവും കുറവ് ശമ്പളം കൊടുക്കുന്നത്? അതുകൊണ്ടായിരിക്കുമല്ലോ സമരം നടക്കുന്നത്.